ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയായി മാറുകയാണ് വീണ്ടും വീണ്ടും അസിം മുനീർ. പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായി പ്രതിരോധ ഉന്നതസ്ഥാനീയനായി അധികാരമേറ്റെടുത്ത അസിം മുനീർ ആകട്ടെ ആദ്യം വെല്ലുവിളി ഉയർത്തിയത് ഇന്ത്യക്ക് മേലാണ്. ഇന്ത്യ ഒരു തരത്തിലും അങ്ങനെ ഒരു വ്യാമോഹം കൊണ്ട് നടക്കരുത്, പാകിസ്ഥാൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് അസിം മുനീറിൻ്റെ വെല്ലുവിളി. ഇന്ത്യ ആരുടെയും വ്യാമോഹത്തിൽ അകപ്പെട്ടു പോകരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സമാധാന രാഷ്ട്രമാണെന്നാണ് പാകിസ്ഥാൻ്റെ CDF-ആയി ചുമതലയേറ്റെടുത്ത അസിം മുനീർ കൊട്ടിഘോഷിക്കുന്നത്. ലോകരാജ്യങ്ങൾ പോലും പരിഹസിച്ച് പല്ലിളിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. രാജ്യമേറെ ദാരിദ്ര്യാവസ്ഥയിലും അസ്ഥിരതയിലും കടന്നു പോകുമ്പോഴാണ് സൈനിക മേധാവി മാത്രം ഇക്കാര്യങ്ങൾ വിസ്മരിക്കുന്നത്, ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാത്തത്. ഏതോ മൂഢസ്വർഗത്തിലിരുന്നു കൊണ്ടുള്ള ജൽപ്പനങ്ങളായി തന്നെയാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ പരമാധികാരത്തെ പരീക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഭാവിയിൽ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ അതികഠിനമായിരിക്കും അതിൻ്റെ തിരിച്ചടിയെന്നുമാണ് ഇന്ത്യക്ക് അസിം മുനീർ നൽകിയിരിക്കുന്ന താക്കീത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ CDF-ആയി ചുമതലയേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് തന്നെ ആദരിക്കാനായി താൻ തന്നെ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് സായുധ സേനാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അസിം മുനീർ ഇക്കാര്യം പറഞ്ഞത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിച്ച അസിം മുനീർ ആകട്ടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് വ്യക്തമായൊരു സന്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും അധികാരമേറ്റെടുക്കുന്ന സമയത്ത് പോലും അഫ്ഗാൻ അതിർത്തിയിൽ കലുഷിതമായ ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ പാകിസ്ഥാൻ ജനതയുടെ പ്രതിരോധ ശേഷിയെയും സൈന്യത്തിൻ്റെ പ്രകടനത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടാണ് മുനീർ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു വലിയ തിരിച്ചടി നൽകിയപ്പോഴാണ് അസിം മുനീറിന് സൗഭാഗ്യങ്ങളുണ്ടായത്. ഭാവിയിലെ സംഘർഷങ്ങൾക്കുള്ള ഒരു കേസ് സ്റ്റഡി എന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ അസിം മുനീർ വിശേഷിപ്പിച്ചു. വളരുകയും മാറുകയും ചെയ്യുന്ന ഭീഷണികൾ എടുത്തു കാണിച്ചുകൊണ്ട് പുതുതായി ആരംഭിച്ച പ്രതിരോധ സേനാ ആസ്ഥാനത്തിൻ്റെ കീഴിൽ 3 സേവനങ്ങളെയും സംയോജിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്, ആവശ്യമാണെന്നാണ് അസിം മുനീർ പറയുന്നത്. നമുക്ക് CDS സംയുക്ത സേനാ മേധാവി എന്നൊരു പോസ്റ്റുണ്ട്. സമാനമായി ഒരു പോസ്റ്റ് തന്നെയാണ് പാകിസ്ഥാനിൽ രൂപപ്പെടുത്തിയെടുക്കാനായി അസിം മുനീർ തീരുമാനിച്ചത്. കാരണം 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം ഘടിപ്പിക്കുക, ഇതല്ലാതെ മറ്റു ലക്ഷ്യം അസിം മുനീറിന് മുന്നിലില്ല. അതുകൂടാതെ അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങാൻ മടിയായ അസിം മുനീർ കഴിഞ്ഞ മാസം കാലാവധി കഴിഞ്ഞിട്ട് പോലും വീണ്ടും കടിച്ചു തൂങ്ങാനായി പുതിയൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് 5 വർഷം കൂടി അധികാര കസേരയിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർത്തിമൂത്ത് ചെയ്ത പ്രവൃത്തിയാണെന്നും പലരും വിമർശിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ 3 സേനകളും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ചടങ്ങിനിടയിൽ അസിം മുനീർ പറഞ്ഞത്. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ധു, നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ്, 3 സായുധ സേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തിന് പുറമെ രാജ്യത്തിൻ്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ മേൽനോട്ടവും അസിം മുനീർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു ഭരണഘടനാ ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ CDF-ആയി അസിം മുനീർ നിയമിതനായത്. അന്ന് തന്നെയായിരുന്നു അസിം മുനീറിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യ ഒന്നും ഇതിന് ചെവിക്കൊള്ളുന്നില്ല, ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാകുന്നില്ല. ജനാധിപത്യവും പാകിസ്ഥാനും ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. അതിർത്തിക്കപ്പുറത്തെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യവും പാകിസ്ഥാനും അതുകൊണ്ട് ഒരുമിച്ച് പോകില്ലെന്നും അതിനാൽ കൂടുതലൊന്നും തന്നെ പറയാതിരിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ നല്ലതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ അന്തരീക്ഷം, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോടുള്ള പാകിസ്ഥാന്റെ സമീപനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. അനധികൃതമായി ലഡാക്ക് കശ്മീർ അതിർത്തി മേഖലയിൽ ഒരു ചൈനീസ് പൗരൻ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ഈ പൗരൻ്റെ ലക്ഷ്യം? ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക്, അമേരിക്കയിൽ നിന്നും നേരെ ഇന്ത്യയിലേക്ക്. ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഈ പൗരനുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി കഴിഞ്ഞുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സന്ദർശക വിസയിലാണ് ഇന്ത്യയിലേക്ക് ഈ ചൈനീസ് പൗരനെത്തിയത്. വിസ ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാരോപിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. തന്ത്രപ്രധാനമായ മേഖലകളാണ് കശ്മീരും ലഡാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ജാഗ്രതയോടെ 24 മണിക്കൂറും രാപ്പകലില്ലാതെ നിരീക്ഷണം നടത്തുന്നു സൈന്യം. യാതൊരുവിധ അനുമതിയുമില്ലാതെ ഈ ചൈനീസ് പൗരൻ ഈ മേഖലയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ
രാജ്യത്തിന് പുറത്തേക്ക് കൈമാറിയിട്ടുണ്ടോ എന്നറിയാൻ ഇയാളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. നവംബർ 19-നാണ് ഹൂക്ക് കൊൻതായ് എന്ന 29-കാരൻ ഡൽഹിയിലെത്തിയത്. ലേ, സംസ്കാർ, കശ്മീർ താഴ്വരയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കൊൻതായ് സന്ദർശിച്ചു കഴിഞ്ഞു. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെയാണ് ഇയാൾ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചത്. സാധാരണഗതിയിൽ ഒരു വിദേശി നമ്മുടെ രാജ്യത്ത് എത്തുകയാണെങ്കിൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലെത്തി എവിടെയൊക്കെ സന്ദർശനം നടത്തുന്നു, സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെ, എന്ന് തിരികെ പോകും, എന്നാണ് ഈ മേഖലകളിൽ എത്തുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ അവിടെ നൽകേണ്ടതുണ്ട്. അതിനുശേഷമാണ് പാസ് ലഭ്യമാവുക. പെർമിറ്റ് ഇല്ലാതെ ആർക്കും ഈ മേഖലയിൽ കടക്കാനും സാധിക്കില്ല. ഈ ഘട്ടത്തിലാണ് 3 ദിവസം കൊൻതായ് സംസ്കാർ സന്ദർശനം നടത്തിയത്. സംസ്കാറിനെ സംബന്ധിച്ച് പറയേണ്ടത്, തിരഞ്ഞെടുക്കപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങളും വാരണാസി, ആഗ്ര, ന്യൂഡൽഹി, ജയ്പൂർ, സർനാഥ്, ഗയ, കുശിനഗർ എന്നിവിടങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാൻ ഇയാൾക്ക് അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളാകട്ടെ മറ്റ് ബുദ്ധമത മഠങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുമൊക്കെ സന്ദർശിച്ച് ഏറ്റവും സങ്കീർണമായ മേഖലകൾ കൂടി നോക്കിക്കാണണമെന്ന് പിടിവാശി പിടിച്ചു. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ മേഖലകളിൽ തെക്കൻ കശ്മീരിലെ അവന്തിപുരയിലുള്ള ബുദ്ധമത അവശിഷ്ടങ്ങളും ഹൗറാനിലെ ബുദ്ധമഠവും ഇയാളെത്തിയിരുന്നു. അവന്തിപുരയിലെ കേന്ദ്രത്തിനടുത്താണ് സൈന്യത്തിൻ്റെ വിക്ടർ ഫോഴ്സിൻ്റെ ആസ്ഥാനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനടുത്തായി ഹസ്ത്രബൽ പള്ളിയും ശങ്കരാചാര്യ ക്ഷേത്രവും ദാൽ തടാകവും മുഗൾ ഗാർഡനുമുണ്ട്. എന്തിനാണ് ഇയാൾ ഇവിടേക്ക് എത്തിയത്? വെറുമൊരു വിദേശ പൗരൻ എന്ന രീതിയിൽ, ഒരു വിനോദയാത്ര എന്ന രീതിയിൽ മാത്രമാണോ ഇയാളുടെ ലക്ഷ്യം? ഇന്ത്യയിലെത്തിയതിന് പിറകെ തന്നെ ഇവിടെ നിന്നും ഇയാൾ സിം കാർഡ് സംഘടിപ്പിച്ചു. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ ഗൗരവകരമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടായതും ഈ വിഷയമാണ്. പ്രാഥമികമായി ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാളുടെ സെർച്ച് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ സംശയം ഇരട്ടിപ്പിച്ചു. CRPFൻ്റെ വിന്യാസം എങ്ങനെ, ആർട്ടിക്കിൾ 370 പിൻവലിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ബ്രൗസിംഗ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ മറ്റ് ഹിസ്റ്ററി ഇയാൾ ഡിലീറ്റ് ചെയ്തുവെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. വിസ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലിനിടയിൽ കൊൻതായ് അറിവില്ല എന്ന രീതിയിൽ കള്ളത്തരം പറയുകയായിരുന്നു. പിന്നീട് അഭിനയവും. അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പഠനം കഴിഞ്ഞെന്നും കഴിഞ്ഞ 9 വർഷമായി അമേരിക്കയിലായിരുന്നുവെന്നുമാണ് ഇയാൾ പറയുന്നത്. യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് താൻ. അമേരിക്ക, ന്യൂസിലൻഡ്, ബ്രസീൽ, ഫിജി, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ താൻ യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു. ഇയാളുടെ പാസ്പോർട്ട് അടക്കം അന്വേഷണ സംഘം പരിശോധിച്ചു പോരുകയാണ്.